കമ്മിറ്റി കൊടുക്കട്ടെ. അതെ, അലൈഹിസ്സലാം. അബ്ദുൽ കുഞ്ഞി സാഹിബ് അടക്കം നമ്മളെ മന്ത്രി യു ടി ഖാദർ സാഹിബ് അടക്കമുള്ള ആളുകൾക്കൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് ഇതിന്റെ ആദ്യത്തെ സംഘാടകനായ ഞാൻ പ്രത്യേകം നന്ദി പറയാം. അങ്ങനെ ഞാൻ പറയാൻ കാരണം റഷീദാജി എല്ലാവരും വന്നു. ഇവിടെ പഴയ കാലത്തൊരു 23 കൊല്ലം ഏകദേശം മുമ്പ് ഇവിടെ ഞാൻ പ്രസംഗിച്ചിരുന്നു. അന്നിവിടെ SYS ഇല്ലായിരുന്നു. അന്ന് SYS ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പ്രസംഗിച്ചിരുന്നു. അൽഹംദുലില്ലാഹ് SYS ഉണ്ടാക്കിയതിന്റെ 23ാം വാർഷികമാണ് ഇന്ന്. അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് പറയട്ടെ, എല്ലാ സ്ഥലത്തും SYS ഉണ്ടാക്കണം, എല്ലാ സ്ഥലത്തും SSF ഉണ്ടാക്കണം. എന്നാൽ മഹാനായ സുൽത്താനുൽ ഉലമയെ പോലുള്ള വലിയ വലിയ ആലിമീങ്ങളെയും സയ്യിദന്മാരെയും അതുപോലെ ഇവിടെ ഇന്ന് പങ്കെടുത്തതുപോലുള്ള നേതാക്കളെയുമൊക്കെ നമ്മുടെ നാടുകളിലൊക്കെ നമുക്ക് കൊണ്ടുവരാൻ അവസരം ഉണ്ടാവും. ഇതൊരു നല്ല ബർക്കത്തുള്ള പ്രദേശമാണ്. ഈ നാട്ടിന് അൽമദീന അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാട്ടിന്റെ പേര് വെച്ചുകൊണ്ട് ഉള്ളാളത്ത് സയ്യിദ് ഷരീഫുൽ മദനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ഒരു പേര് ഈ പ്രദേശത്തിനും കിട്ടി. അതിനെപ്പറ്റി 2 വാക്ക് പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തി. ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവർകൾ മലയാളത്തിൽ നല്ല ആവശ്യമായ എല്ലാ വിഷയവും പറഞ്ഞിട്ടുണ്ട്. ഇനി വേണ്ട ഒരു കന്നഡ പ്രസംഗമാണ്. അതിന് സൈനി ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ കുറഞ്ഞ സമയം പ്രസംഗിച്ച് ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും. എനിക്ക് വേറൊരു പരിപാടിയിൽ, ഒരു സയ്യിദിന്റെ പരിപാടിയിൽ പങ്കെടുക്കാനും ഉണ്ട്. അതുകൊണ്ട് നീട്ടി സംസാരിക്കൂല, പറയുന്ന കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് ഒരു പുതിയ പഴം കൊണ്ടുവന്നു. പുതിയ പഴം എന്ന് പറഞ്ഞാൽ ആദ്യമായി ഉണ്ടായ പഴം. ആ പഴം കൊണ്ടുവന്നപ്പോ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരൊറ്റ ദുആ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ സമരിനാ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മദീനത്തിനാ, അല്ലാഹുവേ ഞങ്ങളുടെ പഴത്തിൽ നീ ബർക്കത്ത് നൽകണേ. സുഹൃത്തുക്കളെ, ഹജ്ജിനും ഉംറക്കൊക്കെ പോകുന്ന പലരും ഈ സ്റ്റേജിൽ വെച്ചും ദ്വാരക്കാൻ പറഞ്ഞു. പലരും സിറാജുലിലേക്ക് നേർച്ച വന്നിട്ടും ദ്വാരക്കാൻ പറഞ്ഞു. അല്ലാഹു തആല നമുക്കൊക്കെ പലതവണ ഹജ്ജും ഉംറയും ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിയാറത്തിന് ഭാഗ്യം നൽകട്ടെ. മദീനയിൽ നിന്നാണ് കാരക്ക വാങ്ങാറ്. മക്കയിൽ കാരക്ക കിട്ടാത്തതുകൊണ്ടല്ല, പിന്നെ മംഗലാപുരത്ത് കാരക്ക ലഭിക്കായിട്ടുമല്ല. അങ്ങനെ കെട്ടിക്കൊണ്ടുവരികയാണ്. മദീനത്തുനിന്ന് കാരക്ക, മക്കയിൽ നിന്ന് സംസം വെള്ളം. എന്തേ കാരണം? രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടതാ. മദീനയിലെ പഴം, അതിന് പ്രത്യേകമൊരു ദുആ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ സമരിനാ, ഞങ്ങളുടെ പഴത്തിൽ നീ ബർക്കത്ത് നൽകണേ. മദീനയിൽ നിന്ന് കൊണ്ടുവരുന്ന കാരക്ക, അവിടുന്ന് കൊണ്ടുവരുന്ന പഴം, അതിന് പ്രത്യേക ബർക്കത്താണ്. ഉടനെ തന്നെ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മദീനത്തിനാ, ഞങ്ങളെ മദീനയിൽ നീ ബർക്കത്ത് നൽകണേ. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, അല്ലാഹുവേ ഇന്ന ഇബ്രാഹീമ അബ്ദുക വ നബിയുക വ ഖലീലുക, ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിന്റെ അടിമയാണ്, നിന്റെ നബിയാണ്, നിന്റെ റസൂലാണ്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിന്നോട് മക്ക എന്ന മഹത്തായ പ്രദേശത്തിന് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. വഅന അബ്ദുക വ നബിയുക, ഞാൻ നിന്റെ അടിമയാണ്, നിന്റെ നബിയാണ്. വഅന അദ്ഊക ലിൽ മദീന, ഞാൻ മദീനക്ക് വേണ്ടി നിന്നോട് ദുആ ചെയ്യുന്നു. അല്ലാഹ്, മദീന എന്ന പ്രദേശത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യാണ്. എന്നിട്ട് പറയാണ്, എന്ത് വേണം? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബിമിഥിലി മാ ദഅക ലിമക്കത വമിഥിലഹു മഹൂ, മക്ക പ്രദേശത്തിന് ഏതൊരു ബറക്കത്തും മഹത്വമാണോ
ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിന്നോട് ചോദിച്ചു വാങ്ങിയത് അതുപോലെ മദീനക്കും തരണം, പോരാ അതിന്റെ ഡബിള് തരണം. മക്കയിലുള്ളത് പോലെ അതിന്റെ ഇരട്ടി തരണം മദീനയിൽ. ഇത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണെങ്കിൽ അതേ ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ഒരു ഹദീസിൽ കാണാം, അല്ലാഹുമ്മ ജഅൽ ബിൽ മദീനതി ളിഅഫൈ മാ ജഅൽത ബിമക്കത മിനൽ ബറകാ. മക്കയിൽ നീ സ്ഥാപിച്ച ബറക്കത്ത് എത്രയാണോ അതിന്റെ ഡബിൾ നീ മദീനയിൽ സ്ഥാപിക്കണേ അല്ലാഹ്. മക്ക ഷരീഫിന്റെ ഡബിൾ ബറക്കത്താണ് മദീനക്ക്. സുഹൃത്തുക്കളെ, എന്തേ കാരണം പറയണോ? മക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച നാടാണ്. മക്ക ഷരീഫ് കഅബ ഷരീഫുള്ള നാടാണ്. എന്നാൽ മക്ക എന്ന പ്രദേശം തന്നെ ഉണ്ടാകാൻ കാരണം, കഅബ ഷരീഫ് തന്നെ ഉണ്ടാകാൻ കാരണം, ജിബ്രീൽ അലൈഹിസ്സലാം അടക്കമുള്ള മലക്കുകൾ ഉണ്ടാകാൻ കാരണം, എല്ലാ അമ്പിയാക്കളും ഉണ്ടാകാൻ കാരണം, ദുനിയാവ് തന്നെ പടക്കപ്പെടാൻ കാരണം, വഅകദത് സുഹദഹു ഫിഹാ ളറൂറതുഹു ഇന്ന ളറൂറത ലാ തദു അലൽ ലിസമി ഫകൈഫ തദു إلى دنيا ضرورة من لولاه لم تخرجي دنيا من العدم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. കഅബ തന്നെ ഉണ്ടാകാൻ, ദുനിയാവ് തന്നെ ഉണ്ടാകാൻ കാരണം മുഹമ്മദുർ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്ന നാടാണ് മദീന. അതിന് മക്കയിലുള്ള ബർക്കത്ത് പോരാ, അതിന്റെ ഡബിൾ ബർക്കത്ത് വേണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിച്ചു വാങ്ങിയത്. ബുഖാരിയിലെയും മുസ്ലിമിലെയും ഹദീസാണ്, ഒരു മുസ്ലിമിനും നിഷേധിക്കാൻ കഴിയില്ല. എന്നാൽ മറ്റൊരു ദുആ, അതും ബുഖാരിയിലും മുസ്ലിമും തന്നെ ഉള്ളതാണ്. അല്ലാഹുമ്മ ഹബ്ബിബി ഇലൈനൽ മദീനത കഹുബ്ബിനാ മക്കത ഔ അസദ്ദ വസഹ്ഹിഹാ. മക്കയെ ഞങ്ങൾക്ക് എത്രത്തോളം പ്രിയങ്കരമാക്കിയോ അല്ലാഹ്, അതുപോലെ മദീന ഞങ്ങൾക്ക് പ്രിയങ്കരമാക്കണം. അത് പോരാ, ഔ അസദ്ദ, മക്കയേക്കാൾ മദീന ഞങ്ങൾക്ക് പ്രിയങ്കരമാക്കണം. വസഹിഹാ, ആ മദീന ആരോഗ്യപൂർണമാക്കണം. സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ഹദീസ്. ഇതുകൊണ്ട് തന്നെ ഈമാൻ ആരുടെ മനസ്സിലുണ്ടോ അവരുടെ മനസ്സ് മദീനയിലേക്ക് നീങ്ങുന്നു. ഇന്നൽ ഈമാന ലയരിസു ഇലൽ മദീനതി കമാ തരിസുൽ ഹയ്യതു ഇലാ ജുഹ്രിഹാ. സ്വഹീഹ് ഹദീസ് അവിടുന്ന് പറയാണ്, ഈമാൻ മദീനയിലേക്ക് മടങ്ങും. ഈമാൻ അഥവാ ഈമാനുള്ള മനസ്സ് എപ്പോഴും മദീനയിലേക്ക് മടങ്ങുന്നു. അതുകൊണ്ടല്ലേ സുഹൃത്തുക്കളെ, യജമാനനായ റബ്ബിനെ നിർവഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തായ നിസ്കാരം, ആ നിസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോ മനസ്സുകൊണ്ട് അല്ലാഹുവിലേക്ക് അതാ തിരിഞ്ഞുകൊണ്ടല്ലേ നമ്മുടെ നിസ്കാരം. കഅബയിലേക്ക് നെഞ്ഞു തിരിച്ചിട്ടല്ലേ നിസ്കാരം. അല്ലാഹുവിനോടുള്ള സംഭാഷണമല്ലേ നിസ്കാരം. ആ നിസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിനെ നമുക്ക് പരിചയപ്പെടുത്തിയത് ആരാണ്? കഅബയെ നമുക്ക് പരിചയപ്പെടുത്തിയത് ആരാണ്? എല്ലാ നന്മകളും നമുക്ക് എത്തിച്ചു തന്ന നേതാവാരാണ്? തുല്യതയില്ലാത്ത നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ കിടക്കുന്നതിനാൽ നിസ്കരിക്കുന്ന മുസ്ലിമിന്റെ മനസ്സദാ മദീനയിലുള്ള നേതാവിലേക്ക് തിരിയുന്നു. അസ്സലാമു അലൈക അയ്യുഹൻ നബിയൂ
സ്വന്തം ബാപ്പയെ വിളിച്ചാൽ, ഉമ്മയെ വിളിച്ചാൽ, നേതാവിനെ വിളിച്ചാൽ, അനുയായിയെ വിളിച്ചാൽ, അതേ മന്ത്രിയെ വിളിച്ചാൽ, രാജാവിനെ വിളിച്ചാൽ, നിങ്ങൾ ആരെ വിളിച്ചാലും നിസ്കാരം ബാത്തിലാണെങ്കിൽ, നബിതങ്ങളെ വിളിച്ചിട്ടില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാണ്. നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വിളിക്കണം, അവിടുത്തേക്ക് ആശംസ പറയണം, അവിടുത്തേക്ക് സലാം പറയണം. സുഹൃത്തുക്കളെ, ആ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി കിടക്കുന്ന നാടാണ് മദീന. ഇന്നലെ ഞാൻ അതേ കുറെ അകലെ ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയി, പള്ളങ്കോട് പ്രസംഗിക്കാൻ ചെന്നപ്പോ അവിടെ അതിന്റെ തൊട്ടടുത്ത് സൂപ്പിച്ച എന്ന് പറഞ്ഞ ഒരാള്, അദ്ദേഹം കഴിഞ്ഞ ഹജ്ജിന് SYSന്റെ ഹജ്ജ് സെല്ലിന്റെ കീഴിൽ ഹജ്ജിന് പോയതായിരുന്നു. അദ്ദേഹം മദീനയിൽ വെച്ച് മരിച്ചു പോയിട്ടുണ്ട്. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് 5000 ഉറുപ്പിക കബറിലിട്ട് സിറാജുള്ളതൊക്കെ തരാൻ വേണ്ടി ഏൽപ്പിച്ചത് അദ്ദേഹത്തിന്റെ സന്താനങ്ങൾ എന്നെ ഏൽപ്പിച്ചു. അങ്ങനെ ഞാൻ അവിടുന്ന് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞു, അദ്ദേഹം ഒരു ഭാഗ്യവാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആർക്കെങ്കിലും മദീനയിൽ വെച്ച് മരിക്കാൻ കഴിയുമെങ്കിൽ മദീനയിൽ വെച്ച് മരണപ്പെടട്ടെ, അഥവാ മദീനയിൽ പോയി കൂടട്ടെ. കാരണം മദീനയിൽ വെച്ച് മരിക്കുന്നവർക്ക് ഞാൻ ശഫാഅത്ത് ചെയ്യുന്നതാണ്. മദീന എന്ന നാട്ടിന് വലിയ ബറക്കത്താണ്. ആ ബറക്കത്തുള്ള പേര് നിങ്ങളുടെ ഈ പ്രദേശത്തിന് കിട്ടിയെന്നത് തന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ ബറക്കത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മദീനയിൽ കിടക്കുന്ന ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദീനനുസരിച്ച് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. നേരത്തെ ഇവിടെ CM ഇബ്രാഹിം സാഹിബ് മുതൽക്ക് ഇപ്പോൾ